കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ACC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ആളുകളെ കസ്റ്റഡിയിലെടുക്കുവാനും മർദ്ദിക്കുവാനും കൊന്നുതള്ളുവാനുമുള്ള അധികാരം വനം വകുപ്പിന് നൽകുന്ന തരത്തിലുള്ള കിരാതവും ജനവിരുദ്ധവുമാണ് പുതിയ നിയമമെന്ന് അദ്ദേഹം ആരോപിച്ചു. 2024 നവംബർ 1-ാം തീയതി കേരള ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത വന നിയമ ഭേദഗതി പ്രകാരം വനം വകുപ്പിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകി ഫോറസ്റ്റ് ഗുണ്ടായിസത്തിന് വഴിവയ്ക്കുന്ന നിയമ ഭേദഗതി നടത്തുന്നത് ജനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള വെല്ലുവിളിയാണെന്നും EM അഗസ്തി ആരോപിച്ചു. വന നിയമ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനസന്ദേശം ഉറപ്പുവരുത്തിയതിന്റെ സംസ്ഥാന ഗവൺമെന്റ് വിഷയമായതുകൊണ്ട് സംസ്ഥാന നിയമസഭയാണ് നിയമം അവതരിപ്പിക്കേണ്ടത്. അതിന് സജ്ജല നൂര നിയമം കേരളത്തിലുണ്ടാകുന്ന കേരള സംസ്ഥാന രൂപപ്പെട്ടതിനു ശേഷം 1961 എന്ന് ഞാൻ പറയുന്ന പ്രത്യേക കാര്യമുണ്ട്. അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ശ്രീ പട്ടത്താനത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ സമയത്താണ് ഐക്യപ്രണി ഗവൺമെന്റ്. ശങ്കർ കോൺഗ്രസിന്റെ നേതാവ് പട്ടത്താനുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി. ആ കാലത്താണ് 1961 ഈ നിയമം ഉണ്ടാകുന്നത്. ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെ മുഴുവൻ കാര്യം പറയുമ്പോഴും CPM അതിനൊക്കെ മൈതാളികന്മാരും പറഞ്ഞു നടക്കുന്നത് മൂല നിയമം ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണ്. 64 പട്ടയം നൽകാൻ നിയമം ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണ് അദ്ദേഹം പറയുന്നു. എല്ലാവരും പറയുകയാണ് എല്ലാം കോൺഗ്രസിന്റെ കുഴപ്പമാണ്, കോൺഗ്രസ് നിയമം ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 61 മൂല നിയമം ഉണ്ടാകുന്നത്. അത് കേരള വന സംരക്ഷണ നിയമമാണ്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1961 അതനുസരിച്ചാണ് കേരളത്തിലെ വനങ്ങൾ ഇത്രയും കാലം സംരക്ഷിക്കപ്പെടുന്നത്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, മറ്റ് നേതാക്കളായ KA മാത്യു, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു.